എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ നാളുവരെ ഭരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെക്കുറിച്ചും നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരെക്കുറിച്ചുമാണ്. ഇപ്പോൾ കേൾക്കുന്നത് ജവഹർലാൽ നെഹ്റുവിനേക്കാളും കൂടുതൽ ദിവസം ഭരിച്ചത് മോദിയാണ് എന്നുള്ള റെക്കോർഡ് തിരുത്തി പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ആദ്യമായി പറയാനുള്ളത്, ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുമ്പോൾ നമ്മളൊന്ന് പിറകോട്ട് ചിന്തിക്കണം. അന്ന് ഇന്ത്യയുടെ നിലവാരം എന്തായിരുന്നു, കണ്ടീഷൻ എന്തായിരുന്നു? ബ്രിട്ടീഷുകാരൻ നമുക്ക് സ്വാതന്ത്ര്യം നിന്ന് പോയപ്പോൾ അവർ മാക്സിമം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കാമോ അതെല്ലാം അനുസരിച്ച് അവർ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ ഒരു ഭാഗമാണ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെ പലതും കഷങ്ങളാക്കി അവർ പോയി. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ തന്നെയും നമുക്കാലും കൂടുതൽ ഫലം ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം അനുഭവിക്കുന്നുണ്ട്. സ്വസ്ഥതയില്ല, ചേരിപ്പോര്, വർഗീയത എല്ലാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറയുന്നത് കർമ്മഫലം. ഇനി ജവഹർലാൽ നെഹ്റു മുതൽ പല മന്ത്രിമാരും ഇന്ത്യ ഭരിച്ചു. അതിൽ പലരും എടുത്തു പറയാനുള്ളത് ഇന്ദിരാഗാന്ധി. അവസാനം അവരെ ഒരു ഭീകരൻ വെടിവെച്ചു കൊന്നു. അടുത്തത് വീരമൃത്യു വരിച്ചത് രാജീവ് ഗാന്ധി. അദ്ദേഹവും ശ്രീലങ്കയിൽ പോയി സമാധാന ശ്രമം ചെയ്തതിൻ്റെ ഫലമായി പ്രഭാകരൻ എന്ന ആ ഒരു കൊടും ഭീകരവാദിയുടെ ഏജൻറ്റ്സ് അദ്ദേഹത്തെ വധിച്ചു. അതൊക്കെ പോട്ടെ. നാം ഇന്നിപ്പോൾ കൊട്ടിഘോഷിക്കുന്നത് ഏത് മന്ത്രി, ഇപ്പോഴത്തെ ഒരുപാട് നാൾ ഭരിച്ച നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹം രാജ്യത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടിപ്പടുത്തവരായിരുന്നു മുൻകാലങ്ങളിൽ ഭരിച്ചവർ എന്നുള്ളൊരു വസ്തുത ഇപ്പോൾ പലരും മറന്നു പോകുന്നു. മോദിയെ ഭരിച്ചത് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ്? ഞാൻ മോദിയെപ്പറ്റി പറയില്ല, മറ്റൊരു സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞാലും അവരാദ്യം മുഖ്യത്വം കൊടുക്കുന്നത് അവരുടെ പാർട്ടിക്ക്, അത് കഴിഞ്ഞാൽ അവരുടെ ജാതിക്ക്, അത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക്. ഇങ്ങനെയായിരുന്നു ഭരണം നടത്തിയത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്ന് എനിക്ക് മറുപടി തരണം. ഇവിടെ നമുക്കറിയാം, സംഘർഷപൂരിതമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ സഹിച്ച് സ്റ്റേറ്റ്സിനെ സെപ്പറേറ്റാക്കി അവർക്ക് സ്വയം ഭരണാവകാശം ഒക്കെ നൽകി ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു. ആ മാറ്റങ്ങൾ ചെയ്യുമ്പോൾ അപാകത ഒത്തിരി ഉണ്ടാകും. ഇന്ന് മോദിയും പല മാറ്റങ്ങളും ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇന്ന് മോദിയെ കൊണ്ട് തകരാറും ഒത്തിരി സ്ഥലങ്ങളുണ്ട്. എന്ത് പറ്റി? മണിപ്പൂർ ഇതുവരെയും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ മോദിക്ക് സാധിച്ചില്ല. അതിന്നും നീണ്ടുപോകണം. എത്ര പേർ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു, ഇതാരും പറയുന്നില്ല. അത് മോദിയുടെ കുറ്റമൊന്നും പറയുന്നില്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം, നമ്മുടെ ഓരോ പാർട്ടിയും എടുക്കുന്ന തീരുമാനം ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മോദിയെക്കുറിച്ചോ നെഹ്റുവിനെക്കുറിച്ചോ നരസിംഹറാവുവിനെക്കുറിച്ചോ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചോ രാജീവ് ഗാന്ധിയെക്കുറിച്ചോ ഒന്നും നമുക്ക് പറയണ്ട. അവരെല്ലാവരും രാജ്യത്തിന് അവരുടേതായ സംഭാവനകൾ ചെയ്തു. കുറച്ച് കൂടുതൽ ദിവസം ഭരിച്ചത് അത് എല്ലാമായെന്നുള്ള അർത്ഥമില്ല. ഇനിയും മോദിക്ക് പലതും ചെയ്യാനുണ്ട്. മോദിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായി, എന്നാൽ നേട്ടങ്ങളും ഉണ്ടായി. ഇതെല്ലാവർക്കും എപ്പോഴും ഉണ്ടായതാണ്. ഇനി മോദി ഇവിടെ പറഞ്ഞു പോകുമ്പോൾ അടുത്ത് വരുന്ന അവരെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അന്ന് മോദിയെ വിസ്മരിക്കപ്പെടും. ഇതുപോലെ തന്നെയാണ് പലരെയും വിസ്മരിക്കപ്പെട്ടത്. ഇന്ന് മോദിയെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. എന്നാൽ ഈ കൂട്ടരൊന്ന് മനസ്സിലാക്കുക, എല്ലാ കാലവും മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കില്ല. ഒരിക്കൽ അദ്ദേഹം മാറ്റം വരേണ്ട ഒരു സമയം ഉണ്ടാകും. ഇന്ന്
മോദി ചെയ്ത ഗുണങ്ങളെ അന്ന് വാഴ്ത്തുപാട്ടായി പറയാൻ അന്ന് ആരും കാണില്ല. ഒന്ന് മനസ്സിലാക്കണം, കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞ് പല പല പാർട്ടികളായി പല 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 ടീംസ് ഇങ്ങനെ പല പാർട്ടികളുമായി. അതെല്ലാം ഇനി നാളെ ഈ ബി ജെ പിയിൽ നിന്നും ആൾക്കാർ പിരിഞ്ഞു പോയിക്കൂടാകുകയില്ല. ഇന്ന് ബി ജെ പി എന്നുള്ള ശക്തി ഇരിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരുടെ പാർട്ടിയെ നിലനിർത്താനും അവരുടെ പാർട്ടി എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ധാരണയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇന്നത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്കറിയാം, ഇലക്ഷനിലുള്ള ഗോൾമാലുകൾ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നത്, മറ്റുള്ള ഓഡിയോകൾ ഇൻവെസ്റ്റിഗേഷൻ ടീം കാണിക്കുന്നത്, അതെല്ലാം അവരുടെ ഒരു കയ്യൊപ്പ് കാണും, ആ സെൻട്രൽ ഭരിക്കുന്നവരുടെ കയ്യൊപ്പ്. അതിനിപ്പോൾ ബി ജെ പി അല്ല, നാളെ മറ്റൊരു പാർട്ടി വന്നാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാം നാം മനസ്സിലാക്കേണ്ടത് എത്ര കാലം ഭരിച്ചു എന്നുള്ളതല്ല, എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അത് ചെയ്യാനുള്ള ഇവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർ ചെയ്തതല്ല, അത് മുൻകാലത്തിൽ ആരൊക്കെ ഭരിച്ചിരുന്നോ അവരിൽ കൂടി കിട്ടിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. അതൊന്നും മറക്കാതിരുന്നാൽ നല്ലത്. അത് നമ്മൾ ഇന്ദിരാഗാന്ധിയെ സ്മരിക്കുന്നു, മറ്റു പല നേതാക്കൾ, രാജീവ് ഗാന്ധിയെ സ്മരിക്കുന്നു, പ്രധാനമന്ത്രി നരസിംഹറാവുവിനെ സ്മരിക്കുന്നു, വി പി സിംഗിനെ സ്മരിക്കുന്നു. ഇങ്ങനെ പല പല ആൾക്കാരും ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. അവരെന്തെങ്കിലും രാജ്യത്തിനുള്ളിൽ ചെയ്യാതിരുന്നില്ല, പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവർ മുൻഗണന കൊടുത്തത് അവരുടെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ഇതൊന്ന് ഓർക്കുക. ഇന്ന് പല പാർട്ടി ഇവിടെ മറ്റൊരു പാർട്ടി ഉണ്ടാകാൻ പാടില്ല, എപ്പോഴും ഈ ബി ജെ പി തന്നെ ആയിരിക്കും ഇന്ത്യ ഭരിക്കേണ്ടത് എന്നൊക്കെയുള്ള ധാരണ നല്ലതാണ്. പക്ഷേ എത്ര കാലം പോകും എന്നുള്ളത് നമുക്ക് കാണണം. ഓരോരുത്തർക്കും എവ്രിതിങ് അതിനൊരു എൻഡുണ്ട്, അവസാനമുണ്ട്. അവസാനം ഇല്ലാതിരിക്കില്ല. ഒരു അവസാനം വരുമ്പോൾ അതിന് ശേഷമായിരിക്കും ആൾക്കാർ മറ്റൊരാൾ വരുമ്പോൾ ഈ ഭരിച്ചു പോയവർ എന്തൊക്കെ ഗുണം ചെയ്ത് എന്തൊക്കെ ദോഷം ചെയ്തു എന്നറിയാൻ പറ്റൂ. സോ നമുക്ക് എല്ലാത്തിനും ഒരു ഇത് കൊടുക്കാൻ പറ്റില്ല. അതും മോദിയും കഴിഞ്ഞ കാലങ്ങളിൽ ഭരിച്ച പ്രധാനമന്ത്രിമാരുടെ പട്ടികയിലേക്ക് മോദിയും മാറപ്പെടും. ഇന്ന് മോദിക്കുണ്ടാകുന്ന ആ സ്തുതിപാഠനം അതെല്ലാം മോദി ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് ഉണ്ടാകണമെന്നില്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഇന്ന് ഞാൻ നാളെ നീ, ഈ ഒരു ഇത് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്തത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടായിരിക്കാം. ആ ബുദ്ധിമുട്ട് തോന്നരുത്. കോമണായിട്ട് ചിന്തിക്കണം. ഒരു വീക്ഷണം നമുക്കുണ്ടാക്കണം. എല്ലാത്തിനും എല്ലാം നല്ലതായിട്ട് വരട്ടെ. അല്ലാതെ നമ്മൾ കുറേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ച് നാം ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്ന് നാം ധരിക്കരുത്. ജനങ്ങളുടെ മനസ്സിനെയും നാം ഒന്ന് പഠിക്കണം. പഠിച്ചിട്ട് നേതാക്കന്മാർ മുമ്പോട്ട് പോയാൽ നല്ലത്. ഇപ്പം തന്നെ ഞാനൊന്നും പറഞ്ഞ 10 വർഷത്തിൻ്റെ ഫലങ്ങൾ, അതിൽ കൂടുതൽ ദൂഷ്യങ്ങളാണ് ഉണ്ടായത് അതോ കൂടുതൽ ഗുണങ്ങളാണ് ഉണ്ടായതെന്ന് നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നന്നായിരിക്കണം. ഒപ്പം സെൻട്രൽ ഭരിക്കുന്ന ഇന്നത്തെ ഭരണഘടന അവർ ചെയ്യുന്നത് നല്ലതാണോ ചെയ്തത്, ദൂഷ്യങ്ങളോ ചെയ്തത്, എല്ലാം ഒന്ന് നമ്മളൊരു താരതമ്യം ചെയ്ത് നോക്കിയിട്ട് വേണം ഒരാളെ നാം കൂടുതലായി അപ്ഡേറ്റ് ചെയ്ത് സംസാരിക്കേണ്ടത്. എന്തായിരുന്നാലും നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലതുണ്ടാകണം. അതിനുള്ള ശക്തി എല്ലാ ഭരണകർത്താക്കൾക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ഈ നിമിഷം ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.